നമുക്കൊന്നൊരു ലോട്ടസ് ഉണ്ടാക്കി വയ്ക്കാലോ. ഈ ഒറിഗാമി എന്ന് പറയുന്ന സംഭവത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതായത് നമ്മുടെ ഈ പേപ്പർ മടക്കി മടക്കി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നതിനെയാണ് ഒറിഗാമി എന്ന് പറയുക. ഞാൻ ഇന്നിവിടെ ഈ ലോട്ടസിന് വേണ്ടിയിട്ട് റെഡും ഗ്രീനും കളർ പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. കളർ പേപ്പർ തന്നെ വേണമെന്നൊന്നും ഇല്ലടാ, നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേപ്പർ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. പിന്നെ ന്യൂസ് പേപ്പറിന് കുറച്ച് കട്ടി കുറവായിരിക്കും, അപ്പോൾ അതനുസരിച്ച് സൂക്ഷിച്ച് വേണം ചെയ്തെടുക്കാൻ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 6 പീസ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ 6 പീസ് പേപ്പറും ഒരേ അളവായിരിക്കണം കേട്ടോ. അതിനുശേഷം രണ്ടെണ്ണം അകത്തകത്ത് വരുന്ന തരത്തിൽ 3 സെറ്റാക്കി മടക്കിയെടുക്കാം ഇതുപോലെ. അതിനുശേഷം നമുക്കിതിനൊന്ന് ടൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. സെൻറ്റർ പോർഷൻ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ടൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഈ കമ്പി തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ത്രെഡോ റബ്ബർ ബാൻഡോ എന്ത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് ടൈ ചെയ്തെടുക്കാം. ഞാൻ കമ്പി വെച്ചിട്ട് ചെയ്തതുകൊണ്ട് ഈ ലാസ്റ്റ് വന്ന പോർഷൻ അകത്തോട്ടൊന്ന് മടക്കി ഒന്നുകൂടെ ഒന്ന് ടൈ ചെയ്ത് നല്ല ടൈറ്റിന് വച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനൊരു സ്റ്റാർ ഷേപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒരു സ്റ്റാർ ഷേപ്പ് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതളുകൾ സെറ്റാക്കാം. അതിന് വേണ്ടിയിട്ട് ഓരോ ഇതളുകളായിട്ട് ഉള്ളിലേക്ക് വരുന്ന തരത്തിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ എല്ലാം നമുക്ക് മടക്കിയെടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ലെയറും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ടൂത്ത് പിക്കാണ്. ഈർക്കിലായാലും മതി. അത് വെച്ച് ഈ ഇതളിനെ പുറത്തോട്ട് വരുന്ന തരത്തിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഇതളുകൾ കിട്ടും. ഇതുപോലെ എല്ലാം ചെയ്യാം. കണ്ടില്ലേ? ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ കളർ പേപ്പറാണ്. അതിനെ 2 പ്രാവശ്യം നമുക്ക് മടക്കിയെടുക്കാം. ഒരു കോൺ ഷേപ്പിൽ 2 തവണ മടക്കിയെടുക്കാം. അതിനെ നമുക്കൊരു ഇതളിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇലയുടെയൊക്കെ ഷേപ്പ് വരുന്ന തരത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. അതിനുശേഷം നമ്മുടെ ഈ താഴത്തെ പോർഷൻ ഇല്ലേ, അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു ഹോൾ വരുന്ന തരത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു പേപ്പറിൽ സ്റ്റെം ഉണ്ടാക്കിയെടുക്കാം. സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്കും പഠിപ്പിച്ച് തരണ്ടല്ലേ, ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ ഒരു സ്റ്റെമ്മായി. നമുക്കിനി ഈ സ്റ്റെമ്മിൻ്റെ മുകൾ പോർഷൻ ഇതുപോലെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് 2 വശത്തേക്കും മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗമ്മാണ്. ഈ ഗമ്മിന് നമ്മുടെ ഈ ഇലയിലും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റെമ്മില്ലേ, സ്റ്റെമ്മിൻ്റെ ആ ടോപ്പ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തും കൂടെ ഈ ഗമ്മ് തേച്ചതിന് ശേഷം നമുക്ക് ഈ ഇലയുടെ അകത്തേക്ക് സ്റ്റെം ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ താമരയിലെ ഒരു കമ്പി വെച്ചിരുന്ന് ഓർമ്മയുണ്ടോ? ആ കമ്പിയെ ഈ സ്റ്റെമ്മിനകത്ത് വരുന്ന തരത്തിൽ അകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ ഈ പശയെല്ലാം ഒന്ന് സെറ്റായി കിട്ടും. ഇത്രയേ ഉള്ളടാ, പണി കഴിഞ്ഞു. നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലോട്ടസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയുണ്ട് ലോട്ടസ്? നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളല്ലേ ചെയ്തെടുക്കാൻ? ആദ്യം ഒന്ന് പാടായിട്ടൊക്കെ തോന്നും. എല്ലാവരും ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.